നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. അബ് കി ബാർ 400 പാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്റിലെ സീറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ദേശീയ രാഷ്ട്രീയം. ഇപ്പോൾ മൂന്നാം വട്ടം ഉറപ്പിച്ച മോദി എതിരാളിയില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് BJPയുടെയും മുന്നണിയുടെയും സീറ്റ് പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ആത്മവിശ്വാസക്കുറവും ധാർഷ്ട്യവുമാണ് 400 കടക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷം. രാമക്ഷേത്രം, കശ്മീർ, CAA, ഇനി വരാൻ പോകുന്ന പൊതുവ്യക്തി നിയമം, വടക്കേ ഇന്ത്യ തൂത്തുവാരി തെക്കേ ഇന്ത്യയിലും കാലുറപ്പിക്കാമെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന BJPയെയും സഖ്യത്തെയും തടുക്കാനാവാതെ ഇന്ത്യ മുന്നണിയിൽ തർക്കം തുടരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. 400 കടക്കുമോ? പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ശ്രീ സേനാപതി വേണു, BJP പ്രതിനിധീകരിച്ച ശ്രീ TG മോഹൻദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സേനാപതി വേണു, 400 കടക്കുമോ എന്ന ചോദ്യത്തിന് അത് അല്പം കൂടിയ കണക്കാണ്. എങ്കിൽ പോലും തികഞ്ഞ ആത്മവിശ്വാസമല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ചത്? മഞ്ജുഷേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോ 2 ടേം BJPയുടെ ഭരണം രാജ്യത്തുണ്ടായി. കഴിഞ്ഞ ഡിസംബർ മാസം 3-ാം തീയതി 5 സംസ്ഥാനത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 4-ലും അവർ വിജയിച്ചു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് തത്തുല്യമായ ഒരു ഒപ്പോസിഷൻ, ഒരു പ്രതിപക്ഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ BJP ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നതുകൊണ്ട് എതിരാളികൾ സമ്പൂർണ്ണമായി നിഷ്പ്രഭരായി എന്നില്ല. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 20-ൽ 19 നേടിയവരാണ്. ഞങ്ങളുടെ ചിലയിടത്തെയൊക്കെ ഭൂരിപക്ഷം ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വിട്. ഇപ്പൊ എന്റെ പാർലമെന്റ് മണ്ഡലം ഇടുക്കി 1.25 ലക്ഷം വോട്ട് എതിരാളികളെ കിട്ടിയത്. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രൊഫസർ PJ കുര്യൻ സാറിന് പോലും കിട്ടിയത് 1,34,000 വോട്ടാണ്. അപ്പൊ ഞങ്ങൾ 1,72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അങ്ങ് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞങ്ങൾ. അപ്പോ ഞാൻ ചോദിച്ചത്, അങ്ങനെ ഞങ്ങൾ 1,75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, ഞങ്ങൾ 19 പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചു എന്നതുകൊണ്ട് എതിരാളികൾ സമ്പൂർണ്ണമായി അങ്ങ് ഇല്ലാതായി എന്നുള്ളതാണ്. അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 99 സീറ്റിൽ ഇടതുപക്ഷം വിജയിച്ചു. ഞങ്ങൾക്ക് കിട്ടിയത് 41 സീറ്റുകൾ മാത്രമാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾ അങ്ങ് സമ്പൂർണ്ണമായി ഇല്ലാതായി, അല്ലെങ്കിൽ CPM മുന്നണി അങ്ങ് പൂർണ്ണമായി ആധിപത്യത്തിലായി എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, അത് ഫ്രം തമിഴ്നാട് ടു ഏറ്റവും മുകളിലേക്ക് പോയാൽ ജമ്മു ആൻഡ് കശ്മീർ വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് തുല്യമായോ BJPയേക്കാൾ മുന്നിലോ ഒരു BJP വിരുദ്ധ ശക്തികളുണ്ട്. ആ ശക്തികളുടെ ഒരു ഏകോപനം, അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത്, അത് പക്ഷെ അങ്ങനെ ഒരു ഏകോപനത്തിന് ശക്തി ഇല്ല എന്നുള്ളതിന്റെ ആത്മവിശ്വാസം കൂടിയാണല്ലോ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ആദ്യമാണ്. മറ്റൊരു പ്രധാനമന്ത്രിമാരും ഇങ്ങനെ ഒരു പ്രഖ്യാപനം, സീറ്റ് പ്രഖ്യാപനം നടത്തിയതായി ഓർമ്മയിലില്ല. അപ്പോൾ അതൊരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണല്ലോ. ഇപ്പോൾ കണക്കിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം, പക്ഷെ ഞങ്ങൾ 3-ാം വട്ടം വരും, ഇക്കാര്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ അത് പരമാവധി എത്ര എന്നുള്ള കണക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഇന്ത്യ എന്നുള്ള മുന്നണിക്ക് BJPക്ക് ഒപ്പം എത്താൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. കാരണം അത് യോജിച്ചു നിൽക്കുന്ന ഒരു സംവിധാനമല്ല. അല്ല, ഒന്ന് മഞ്ജുഷയെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 400-നപ്പുറത്തേക്ക് കടക്കാനുള്ള സൗഭാഗ്യം കിട്ടിയ ഏക പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി മാത്രമാണ്. 440-ൽ അന്ന് എത്തിയത് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പ്, ആ ഒരു അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ബാക്കി തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇന്ത്യയിലെ ഏത് പ്രഗത്ഭരും അവരെല്ലാം 400-ന് താഴെ നിന്നിരിക്കുന്ന ഒരു ചരിത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 400 എന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും, അതിൽ 370 എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത്, അതൊരു എതിരാളികളെ ഒന്ന് ഭയപ്പെടുത്തുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മള് ഒരിടത്തും ജയിക്കാൻ സാധ്യതയില്ലാത്ത, ഇപ്പോ ഞാൻ പറഞ്ഞത് പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച് രഘുനാഥും മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത് ഞങ്ങൾ പിണറായി വിജയനെ തോൽപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്റെ അണികളെ ഒന്ന് ശക്തിപ്പെടുത്താനും അവരെ ഊർജ്ജസ്വലരാക്കുന്നതിനും വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഒരു കണക്ക് എത്രയാണ്? എത്ര സീറ്റുകൾ നേടും BJP, എത്ര നേടും NDA മുന്നണി?
അല്ല, ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഒരു ഗണ്യമായ കുറവ് BJP മുന്നണിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ മഞ്ജുഷ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ, ഈ BJP എന്ന് നിങ്ങൾ പറയുമ്പോൾ BJP മാത്രമല്ല, ആ BJP മുന്നണിയിൽ ഒരുപാട് ഘടകകക്ഷികളും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിലെ സീറ്റ് വിഭജനം വരുമ്പോൾ BJP ഈ അബ്സല്യൂട്ടായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആന്ധ്രാപ്രദേശിലെ സീറ്റുകൾ മുഴുവൻ BJPക്ക് മത്സരിക്കാനായിട്ട് പറ്റുമോ? അവിടെ YSR കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡി നിൽക്കുന്നു. ആ ജഗൻമോഹൻ റെഡ്ഡിക്ക് താഴെ മാത്രമേ BJPക്ക് അവിടെ ഒരു മത്സരത്തിനുള്ള ഒരു സാധ്യതയുള്ളൂ. അതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. അവിടെ നിന്ന് നമ്മൾ ആന്ധ്രയിൽ നിന്ന് തൊട്ടപ്പുറത്ത് മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഏകനാഥ് ഷിൻഡെ കൂട്ടത്തിലുണ്ട്. ഇനിയിപ്പം നാളെ ബാക്കി ഭാവം കൂടെ കൂട്ടത്തിൽ വന്നാലും BJPയെ പോലെ തന്നെ തത്തുല്യമായ BJPയുടെ അതേ ആശയങ്ങൾ പേറുന്ന ശിവസേനയുടെ ഒരു മുന്നണിയുണ്ട്. അവർക്ക് അവരിൽ നിന്ന് എന്താ പറഞ്ഞ ആ സീറ്റ് വിഭജനത്തിൽ വന്നു കഴിയുമ്പോൾ അവിടെയും തർക്കങ്ങൾ വരും. അത് തന്നെ ഒറീസയിലേക്ക് പോയി കഴിഞ്ഞാൽ നവീൻ പട്നായിക്, ബിജു പട്നായിക്കിന്റെ മകൻ, അവരുടെ ഒരു പാർട്ടി ബിജു ജനതാദൾ എന്ന് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടിയുടെ താഴെ മാത്രമേ BJPക്ക് നിൽക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് BJPയുടെ ഘടകകക്ഷികൾ. ഇനിയിപ്പോ തമിഴ്നാട്ടിൽ നോക്കാം. തമിഴ്നാട്ടിൽ BJP വന്നു കഴിഞ്ഞാൽ അണ്ണാ DMKയുമായിട്ട് ചേർന്ന് ഇപ്പൊ അണ്ണാമലയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. പഴയ പൊൻരാജ് MP, അദ്ദേഹത്തിന് പൊൻരാധാകൃഷ്ണൻ MP യെ കുറിച്ചൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല, ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അണ്ണാമലയ്ക്കും BJPക്കും ഒക്കെ തമിഴ്നാട്ടിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ OPS-ഉം EPS-ഉം ചേരുന്ന മുന്നണിയിൽ വേണം, അല്ലാതെ ഒറ്റയ്ക്ക് അവർക്ക് സീറ്റ് കിട്ടത്തില്ല. ഇവരിങ്ങനെ ഞങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഞങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് നിൽക്കുമ്പോൾ BJPയുടെ ഘടകകക്ഷികളായി നിങ്ങൾ പറയുന്ന NDA എന്ന് പറയുന്ന മുന്നണിയിൽ BJP മാത്രമല്ല, അവിടെയുമുണ്ട് 26 കക്ഷികൾ. ആ 26 കക്ഷി ഇനി പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞാൽ പഴയ ശിരോമണി അകാലിദൾ, ലോങ്കോവാളിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ മകൻ സുഖീന്ദറാണ് ഇപ്പൊ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ താഴെ അവർ കൊടുക്കുന്ന സീറ്റ് മാത്രമേ പഞ്ചാബിൽ ഇവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞങ്ങളും ആം ആദ്മി പാർട്ടിയും കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ശക്തി, നാലാമത്തെ ശക്തിയായിട്ട് BJP ഉള്ളൂ. അതല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും BJP ഇങ്ങനെ. താങ്കൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ തവണത്തെ 302 BJP ഒറ്റയ്ക്ക് നേടിയത് 302 സീറ്റുകളാണല്ലോ, അതിലും താഴെ പോകുമെന്നാണല്ലോ അല്ലെ? ഉറപ്പായിട്ടും 100% ഉറപ്പ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഫേസിൽ സ്റ്റേറ്റ് വൈ സ്റ്റേറ്റ് നമുക്ക് തമിഴ്നാട് മുതൽ മുകളിലേക്ക് ഓരോ സംസ്ഥാനം ഇടപെടുകയാണ്. ശ്രീ TG മോഹൻദാസ്, സേനാപതി പറയുന്നത് ഈ 400+ നടക്കില്ല എന്നാണ്. അത് നടക്കുമില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് മഞ്ജുഷ്. പിന്നെ ഒരു മുഖവര പറയട്ടെ, BJPയുടെ ഭാഗത്ത് നിന്ന് TG മോഹൻദാസ് എന്ന് പറയില്ല, അത് BJPക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ശരി ശരി ശരി. ഞാനൊരു ഈ 370 എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമാണ്. അത് നിർഭാഗ്യവശാൽ നിങ്ങളാരും ശ്രദ്ധിച്ചില്ല. അതിന് തൊട്ട് പിന്നാലെ മോദി പറഞ്ഞില്ല, പക്ഷെ പുറത്ത് വന്ന മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ആ മുദ്രാവാക്യത്തിൻ്റെ തുടക്കമാണ് മോദി പറഞ്ഞത്. ജിസ്നെ ഹട്ടായി 370 ഉസ്കോ ദേങ്കെ 370. ആരാണ് 370 വകുപ്പ് എടുത്ത് കളഞ്ഞത് അയാൾക്ക് 370 സീറ്റ് കൊടുക്കും. ഇതാണ് ഈ 370. അല്ലെങ്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനാണെങ്കിൽ 400 എന്ന് പറയാം, അല്ലെങ്കിൽ 380 എന്ന് പറയാം. എങ്ങനെ ഈ 370 എന്നുള്ളത് സെലക്ട് ചെയ്തത്? ഇത് 370 വകുപ്പാണ്. അതിനുശേഷം ട്വിറ്ററിലും ഒക്കെ ഓടുന്ന മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ജിസ്നെ ഹട്ടായി 370 ഉസ്കോ ദേങ്കെ 370. 370 വകുപ്പ് എടുത്തു കളഞ്ഞ ആളിന് 370 സീറ്റ്. ഈ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ തന്ത്രം ഇപ്പോഴും കോൺഗ്രസ്സിന് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ അവർ ലാസ്റ്റ് മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്ന് എനിക്കറിയില്ല. ഏകദേശം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് നരേന്ദ്രമോദി. ഒരു വാക്ക് മഞ്ജുഷ് ശ്രദ്ധിക്കൂ. മോദിക്ക് ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടിയല്ല, BJPയുടെ ഗ്യാരണ്ടിയല്ല, NDAയുടെ ഗ്യാരണ്ടിയല്ല. മോദിക്ക് ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് ആ മനുഷ്യൻ വെല്ലുവിളിക്കുന്നത്. ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ സ്വഭാവമാണ്. വെൻ ഐ കം ടു പവർ എന്നാണ് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും ഒക്കെ പറയാറുള്ളത്. ഇഫ് ഐ കം ടു പവർ എന്ന് പോലും പറയില്ല. അവരുടെ സൈക്കോളജിസ്റ്റുകൾ അവരെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഞാൻ അധികാരത്തിൽ വന്നാൽ എന്ന് പറയരുത്, ഞാൻ അധികാരത്തിൽ വരുമ്പോൾ എന്ന് വേണം പറയാൻ. വന്നാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംശയം കിടപ്പുണ്ട്. വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഉറപ്പാണ്. ഞാൻ മഞ്ജുഷിനോട് പറയാണ്, തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ മഞ്ജുഷിനെ കാണും. അതായത് വരുമെന്നും കാണുമെന്നും എനിക്ക് ഉറപ്പാണ്. വന്നാൽ കാണാമെന്ന് പറഞ്ഞാലോ വരുമെന്നുള്ളത് തന്നെ ഉറപ്പില്ല.
കാണുമെന്നുള്ളതിന് ഉറപ്പില്ല. ഈ സൈക്കോളജി വളരെ മനോഹരമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, മോദിക്കെതിരെ ആരാണ്? ഇപ്പോൾ സേനാപതി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ കണക്കൊന്നും വെച്ചല്ല മോദി ഈ 370 പറഞ്ഞിരിക്കുന്നത്. തെലങ്കാനയിൽ ഇത്ര, മധ്യപ്രദേശിൽ ഇത്ര, മഹാരാഷ്ട്രയിൽ മാക്സിമം ഇത്ര, ഉത്തർപ്രദേശിൽ ഇത്ര, ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടല്ല. 370 വകുപ്പാണ് ഈ 370 സീറ്റ്. അതൊരു മുദ്രാവാക്യമാണ്, അതൊരു അടുത്ത തെരഞ്ഞെടുപ്പിലെ അജണ്ടയാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന്റെ കട അടച്ചുപൂട്ടുന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ കട അടച്ചുപൂട്ടുന്ന കാര്യവും പറഞ്ഞിരുന്നു. അതിനെയാണ് ഈ ധാർഷ്ട്യം എന്ന രീതിയിലുള്ള എതിർ വാദവുമായിട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. അല്ല, ഇത് ഈ ആലങ്കാരികമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമല്ലോ. ഇവരുടെ കട പൂട്ടിക്കും, കഥ കഴിക്കും, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ഉസ്താദായിരുന്നു അച്യുതാനന്ദൻ. അദ്ദേഹം പാവം വയസ്സായതുകൊണ്ട് ഇപ്പോൾ അത്തരം പരിഹാസങ്ങളൊന്നും നമ്മൾ കേൾക്കാറില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം ഇത് ഉപയോഗിച്ചിരുന്നു, ഈ കടയെന്ന് തന്നെ ഉപയോഗിച്ചിരുന്നു. UDF-ന് കടയും തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ് ഇവർ. ആരെങ്കിലും കാലുമാറി വന്നാൽ വരട്ടെ എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ സെൽവരാജ് കാലുമാറിയപ്പോൾ. അപ്പോൾ ഇതുപോലത്തേക്കുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തും. അത് ആലങ്കാരികമായ പ്രയോഗങ്ങൾ. ഞാനാകെ പറഞ്ഞത് ഈ 370 എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ ടോട്ടൽ കൂട്ടിയിട്ട് പറഞ്ഞ സീറ്റുകളല്ല, 370 വകുപ്പിനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇതിൽ പ്രധാനമായും ഇന്ത്യയിൽ ഇപ്പം നടക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ നടന്നത്, മോദി വേഴ്സസ് ഹൂ, ഇതാണ് ചോദ്യം. മോദിക്കെതിരെ ആര്, ഇതാണ് ചോദ്യം. ഇത് ഉയർത്തി കാണിക്കാൻ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല. ഈ കണക്കുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ പറയാം. യാക്കോബായ യാക്കോട്ടിയും സാധാരണ നമ്മുടെ അനാലിസിസ് എപ്പോഴും ആണല്ലോ. നമ്മളെല്ലാവരും വളരെ സെക്യുലറുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും അവിടെ ഈഴവ ഭൂരിപക്ഷമുണ്ട്, ഇവിടെ നായർ ഭൂരിപക്ഷമുണ്ട്, കത്തോലിക്ക വോട്ട് ഇന്നാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ മതതരത്വം അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതല്ല സംഭവിക്കുന്നത്. അദ്ദേഹം ഈ കണക്ക് കൂട്ടിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുകളിൽ വേറൊരു കണക്കാണ് ഈ 370 വകുപ്പിൻ്റെ കണക്ക്. ഇതാണ് യാഥാർത്ഥ്യം. ശരി, ശ്രീ സേനാപതി വേണു, ഈ യാഥാർത്ഥ്യം കാണാതെയാണോ നിങ്ങൾ ഈ കണക്ക് കൂട്ടിക്കൊണ്ട് നടക്കുന്നത്? മോദിക്കെതിരെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം അത്രയേ ഉള്ളൂ. അതിൽ 370 വകുപ്പ് എടുത്ത് കളഞ്ഞതിന്റെ അതിന്റെ ഒരു ആത്മവിശ്വാസം കൂടി അതിനകത്തുണ്ട്. അത് പ്രതിഫലിക്കുന്നു. അതിനെ നമ്പറിലേക്ക് കൺവെർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അല്ല, ബഹുമാന്യായ TG തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. 370 ഞങ്ങള് ആർട്ടിക്കിൾ 370 നീക്കം ചെയ്ത ഞങ്ങൾക്ക് 370 സീറ്റ് കിട്ടണം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിന്റെ ഭാഗമായി. കാരണം അവർക്കും അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല അത്രയും കിട്ടുമെന്ന്. അത്രയും കിട്ടാനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഇന്ത്യയുടെ മണ്ണിലില്ല എന്ന് അവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് ഇതിനെ ഒരു ആലങ്കാരികമായ ഒരു മുദ്രാവാക്യം, അതായത് പണ്ട് ഞങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ഇന്ദിരാക്കോ ബുലാവോ ദേശ് ബച്ചാവോ, ഇന്ദിരയെ വിളിക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്നതുപോലെ അവരിപ്പോ ഒരു മുദ്രാവാക്യം, ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ട ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന്റെ ഒരു രൂപത്തിൽ ഇതിനെ മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവര് പോലും പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ 303-നപ്പുറത്തേക്ക്. മെയിൽ അയച്ചിട്ടുണ്ട്. മെയിൽ അയച്ചു, ഞാൻ കയറിയല്ലോ. പക്ഷെ എനിക്ക് അതിനകത്ത് എന്നെ ഇൻ ചെയ്തില്ലല്ലോ. അപ്പോ മഞ്ജുഷ കേൾക്കുന്നുണ്ടോ? താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആത്മവിശ്വാസമായിട്ടുണ്ട് ഈ മുന്നേയും എല്ലാവരും പ്രകടിപ്പിക്കുന്ന പോലെ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിന് അങ്ങനെ മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു പ്രകടനം നടത്തുന്നു എന്നുള്ളതല്ലാതെ. ഇപ്പൊ ഇവിടെ നമുക്ക് കൗതുകരമായിട്ട് തോന്നുന്നത് TGയുടെ ഒരു വാക്കാണ്, മോദി കാ ഗ്യാരണ്ടി. അതല്ലാതെ BJPയുടെ ഗ്യാരണ്ടിയോ അതല്ല NDA ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോ അല്ല, മോദി കാ ഗ്യാരണ്ടി. അങ്ങനെ ഒരാള് പണ്ട് ലൂയി 14 പറഞ്ഞിട്ടുണ്ട്, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ഒരു പ്രധാനമന്ത്രി പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോ ഇങ്ങനെ എന്താ പറഞ്ഞ ഒരു ഏകാധിപത്യ ശബ്ദത്തിലേക്ക് പോകുമ്പോൾ ഞാൻ 370 വേണം, അതിനുശേഷം ഞങ്ങൾ 400 കവർ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതിനെ പറ്റിയ ഒരു ഭൗതികമായ സാഹചര്യം ഇന്ത്യയുടെ മണ്ണിൽ ഇപ്പോഴില്ല എന്നുള്ളതാണ് വളരെ സുവ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി തകർന്നു, തരിപ്പണമായി. മഞ്ജുഷെ, ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇപ്പോ ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിന്റെ പാർട്ടി ഞങ്ങളുടെ മുന്നണിയിൽ നിന്ന് പോയി നേടിയു. പക്ഷെ നിതീഷ് എന്നാ ഞങ്ങളുടെ കൂടെ വന്നത്? നിതീഷ് ഞങ്ങളുടെ കൂടെ 2022-ലാണ്.
നിതീഷ് ഞങ്ങളുടെ കൂടെ വരുന്നത് 2022 അതിനു മുമ്പ് നിതീഷ് ഇല്ല. നിതീഷ് ഇല്ലാതെയാണ് ഞങ്ങൾ പഴയ UPAയും ആ ഇതിലേക്ക് വന്നത്. അപ്പോ 2 കൊല്ലം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ പറ്റത്തില്ല എന്ന് തോന്നി അദ്ദേഹം മാറി എന്നതുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖരായ കക്ഷികളോ അല്ലെങ്കിൽ പ്രമുഖരായ രാഷ്ട്രീയ സംവിധാനങ്ങളോ മാറിയിട്ടില്ല. ഇന്ന് ഇപ്പോ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതെന്താ, മമതാ ബാനർജിയുടെ പാർട്ടി അത് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകും. പക്ഷെ ഇപ്പൊ നടക്കുന്ന എന്താണ് പ്രശ്നം? അത് നമ്മൾ രാഹുൽ ഗാന്ധി അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ, പക്ഷെ മമത തിരിച്ചങ്ങനെ പറയുന്നില്ല. അതാണ് പ്രശ്നം. അല്ല, അതിന്റെ അകത്തെ കാരണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മാക്സിമം വിലപേശൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നടത്തിയേ മതിയാവൂ. കാരണം പരമാവധി സീറ്റുകൾ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മേടിച്ചെടുക്കാൻ ആ വിലപേശൽ നടത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ പറഞ്ഞേ മതിയാവൂ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, ഒരു സീറ്റ് വിഭജനം അന്തിമമായ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളിപ്പം ബംഗാളിൽ ഞങ്ങൾക്ക് 2 സീറ്റേ ഉള്ളൂ. ഒന്ന് പഴയ എ ബി ഗാനി ഖാൻ ചൗധരിയുടെ ബറാംപൂറും അതുപോലെ തന്നെ മാൽദ സൗത്ത് ശ്രീ അധീർ രഞ്ജൻ ചൗധരി മത്സരിച്ച ഈ 2 സീറ്റേ ഇപ്പൊ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ 2+3 ഒരു 5 സീറ്റ്, ഇനി ഏറിയാൽ 6 സീറ്റ് കിട്ടിയാൽ ഞങ്ങളും മമതയും തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. പക്ഷെ മമതയുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയുണ്ട്. CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായിട്ട് ചേർന്നുകൊണ്ട് മമതയ്ക്ക് ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് മമതയ്ക്കറിയാം. അതുകൊണ്ടാണ് മമത ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും BJPക്ക് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസം മോദിയുടെ വാക്കുകളിൽ ഉള്ളത്. അവിടെ മറ്റൊരു പ്രശ്നം കൂടി വരികയാണ്. ഇപ്പോൾ ഈ ആത്മവിശ്വാസത്തിന് കാരണം ധാർഷ്ട്യമാണ്, ആത്മവിശ്വാസ കുറവാണ് ഇത്തരമൊരു പ്രഖ്യാപനത്തിന് കാരണം. പിന്നെ വന്ന് EVM വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിന്റെ വിഷയം ഇന്ന് ബഹുമാന്യായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്, ഇന്ത്യ പോലെ ഒരു രാജ്യത്താണോ ഇതൊക്കെ സംഭവിക്കുന്നത്? പണ്ട് ഈ ബീഹാറിലും ഉത്തർപ്രദേശിലെയും ഒക്കെ ചില ഗ്രാമീണ മേഖലകളിൽ പഴയ മാർവാടികളും സേട്ടുവാമാരും ഒക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെയൊക്കെ അട്ടിപ്പിടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് ഈ 21ാം നൂറ്റാണ്ടിൽ മോദി ഞാൻ വീണ്ടും 400 സീറ്റ് നേടി അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കാണുമ്പോൾ നമ്മൾ ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിൽ കാണുകയാണ്. നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ നേരിൽ കാണുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ തികച്ചും ഇമ്പാർഷ്യലായി പ്രവർത്തിക്കേണ്ട, അതല്ല എങ്കിൽ ഒരു പക്ഷപാതവും കാണിക്കരുതാത്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു പാർട്ടിക്ക് വേണ്ടി ആ ബാലറ്റ് പേപ്പറിൽ നടത്തുന്ന അട്ടിമറിയുടെ കാഴ്ച ഞാനും നിങ്ങളുമൊക്കെ നേരിട്ട് കാണുക. നമ്മുടെ താങ്കൾ EVM-ലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണോ ശ്രീ സേനാപതി വേണു? എങ്ങനെ EVM-ലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണോ? ഞാൻ പറഞ്ഞത് മഞ്ജുഷെ നമ്മൾ നേരിൽ കണ്ട, മഞ്ജുഷും ഞാനും ഒക്കെ നേരിൽ കാണുന്ന ഒരു കാഴ്ചയാണല്ലോ. ഇത് 10 കൊല്ലം മുമ്പോ 25 കൊല്ലം മുമ്പോ ഉള്ളതല്ല. 2024 ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നടക്കുന്ന തന്ത്രങ്ങൾ എന്തായാലും, അതിനെ തന്ത്രമെന്നല്ലോ നമുക്ക് പറയുന്നത്, അവിടെ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ എന്ന് ഞാൻ നിങ്ങളൊക്കെ നേരിട്ട് കാണുന്ന. അപ്പൊ ഭയപ്പെടണ്ടേ? സ്വാഭാവികമായിട്ടും ഭയപ്പെടണം. ഇനി അങ്ങ് പറഞ്ഞു NDA മുന്നണിയിൽ പ്രശ്നമില്ല. NDA മുന്നണിയിൽ പ്രശ്നം വരും എപ്പോഴാണ്? മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനം വരട്ടെ, അവിടെ പ്രശ്നം വരും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ സീറ്റ് വിഭജനം വരട്ടെ, അവിടെ പ്രശ്നം വരും. ഒറീസയിലെ സീറ്റ് വിഭജനം വരട്ടെ, അവിടെ പ്രശ്നം വരും. തമിഴ്നാട്ടിലെ സീറ്റ് വിഭജനം വരട്ടെ, അവിടെ പ്രശ്നം വരും. ഇവിടത്തെക്കാൾ അപ്പുറത്ത് പ്രശ്നങ്ങൾ. കാരണം അവിടെയും ആ മുന്നണിയിൽ പ്രമുഖരായ പ്രബലരായ ചില രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഉണ്ട്. അവർക്ക് കൂടുതൽ സീറ്റിന് വേണ്ടി ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? ഈ 370 BJPക്ക് 400+ NDAക്ക് ഇതൊരു അമിതമായ ആത്മവിശ്വാസമാണോ? ഒരു ലേശം കടന്ന ആത്മവിശ്വാസം തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി ഇന്നലത്തെ പാർലമെന്റിലെ സ്പീച്ചിൽ പ്രകടിപ്പിച്ചത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നമ്പറിലേക്ക് വരുമ്പോൾ അത് പ്രതീകാത്മകമായി ഒരു നമ്പർ പറയുകയാണ്. ആർട്ടിക്കിൾ 370 ദ്യോതിപ്പിക്കുന്ന രീതിയിൽ ഒരു നമ്പർ പറയുകയാണ്. പക്ഷെ നമ്പറിനെ കുറച്ചുകൂടി അടുത്ത് നോക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തോടായി, പാർലമെന്റിനോടായിട്ടല്ല, രാജ്യത്തോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ചില ശതമാനക്കണക്കാണ്. 66%, അതായത് 2/3 ഭൂരിപക്ഷം ലഭിച്ചാൽ 370 എന്ന് പറഞ്ഞാൽ 2/3 അടുപ്പിച്ചു വരും. 400 കടക്കുമ്പോൾ അത് 4/3 ഭൂരിപക്ഷത്തോട് അടുപ്പിച്ചു വരുന്നതാണ്. 2/3 ഭൂരിപക്ഷം കടക്കാനായാൽ, NDAക്ക് 2/3 ഭൂരിപക്ഷം കടക്കാനായാൽ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്ന ചില നിർണായക ലെജിസ്ലേഷൻസ്, ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഉൾപ്പെടെ, നിർണായക വകുപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഉൾപ്പെടെ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഒരുതരം വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ആത്മവിശ്വാസമുണ്ട്, അത് സമ്മതിച്ചു. അതേസമയം ഇതാ ഞങ്ങൾ പറയുന്നു 370, ഞങ്ങൾ അതുപോലെ 400 സീറ്റ് കടക്കും എന്ന് പറയുന്നു NDA മൊത്തത്തിൽ.
നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കോൺഗ്രസിന്റെ ആയ കാലത്ത് 404 പരമാവധി ലഭിച്ച സീറ്റ്. അത് 1984 അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തിന്റെ ആ ഒരു ഫലമായി ലഭിച്ച ആ ഒരു നമ്പർ, മാജിക് നമ്പർ, ഞങ്ങളിതാ NDA എന്ന രൂപത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു, കടക്കാൻ പോകുന്നു എന്ന രീതിയിലാണ്. അപ്പം ഇനിയിപ്പോ വരാൻ പോകുന്നത് പന്ത് എപ്പോഴും മുന്നിലെ കോർട്ടിലേക്ക് അടിച്ചു വെക്കുന്നതും അജണ്ട സെറ്റ് ചെയ്യുന്നതും കുറെ കാലമായി നരേന്ദ്രമോദിയും BJPയും തന്നെയാണ്. ശ്രീ മോഹൻ നമ്പറിൽ വ്യത്യാസമുണ്ടായാലും 100ാം നാൾ 3ാം മോദി സർക്കാർ, അതാണല്ലോ ഇവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അതിൽ സംശയമില്ല എന്നുള്ള രീതിയിലാണല്ലോ. പിന്നെയാണല്ലോ നമ്പർ ഗെയിം. 100ന്റെ ഗുണിതങ്ങളുടെ ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത്. അതായത് 100 മിനിറ്റിന്റെ പാർലമെന്റ് സ്പീച്ച് അല്ലെ, അതൊരു കൃത്യം നമ്പർ. 60 1 മണിക്കൂർ 40 മിനിറ്റ് ശ്രീ നരേന്ദ്രമോദി തന്റെ വിടവാങ്ങൽ പ്രസംഗവും അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രിയായ സഭയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷ ഉൾപ്പെടെ 100 മിനിറ്റിന്റെ സ്പീച്ച്. അത് 100ന്റെ ഗുണിതങ്ങളാണ്. ഞങ്ങൾ 100ന്റെ 400 സീറ്റ് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ്. അപ്പൊ 100 എന്ന് പറയുന്നത് ഒരു മാജിക് നമ്പറായിട്ട് എടുക്കുകയും യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പായി അധികാരത്തിൽ വരും. ഇതല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ അത് കാണാനാവില്ല. കാരണം ഇത് സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളുടെ പാർട്ടികളെ, റീജിയണൽ പാർട്ടീസിനെ തൊടാതെ തൊട്ടുവെച്ച ഒരു പ്രതീതിയാണ്. അറ്റാക്ക് മുഴുവൻ കോൺഗ്രസ് പാർട്ടിയാണ്. അത് ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയല്ല, ഇന്ദിരാഗാന്ധിയുടെയും സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ തന്നെ കോൺഗ്രസിന്റെ പ്രതാപകാലത്തെ കോൺഗ്രസിനെയും അവരുടെ നേതാക്കളായിരുന്ന ഗാന്ധി നെഹ്റു ഫാമിലിയിലെ കാരണവരെയും ആക്രമിക്കുന്ന ഒരു ശൈലിയാണ്. അത് മാത്രമല്ല, ആ 4ാം തലമുറയിലേക്ക് വരുമ്പോൾ 5ാം തലമുറയാണ്. മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധി 5ാം തലമുറയാണ്. 5ാം തലമുറയിലേക്ക് വന്നപ്പോൾ മെക്കാനിക്കൽ കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ഒരു മെക്കാനിക്കിനെ ഡ്രൈവിംഗ് ഏൽപ്പിച്ചാൽ എങ്ങനെയാണ് അലൈൻമെന്റോടുകൂടി ഇന്ത്യ മുന്നണിയെ നയിക്കാനാവുമോ എന്ന് സ്വല്പം പരിഹാസപൂർവമായ സർക്കാസ്റ്റിക്കായ ഒരു സ്പീച്ചാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത്. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണിയുടെ അലൈൻഡ് ആണല്ലോ, അലൈൻ ചെയ്തു ഇത്രയും 27 കക്ഷികളുമായ ഉള്ള അതിൽ അലയൻസ് വരുമ്പോൾ അലൈൻമെന്റ് പാളിപ്പോകുന്നു, വണ്ടി ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകുന്നു എന്ന രീതിയിൽ ഒരു പരിഹാസത്തിന്റെ കൂരമ്പ് കൂടി അവിടെ എഴുതി വെക്കുകയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല ഒരു കുടുംബത്തിൽ നിന്ന് പല നേതാക്കൾ തുടർച്ചയായിട്ട് വരുന്നതിലൊന്നും കുഴപ്പമില്ല, അതിനെ ഞങ്ങൾ എതിർക്കില്ല. പക്ഷെ ഒരു കുടുംബം നിയന്ത്രിക്കുന്ന പാർട്ടി, അതിനെ അംഗീകരിക്കാൻ പറ്റില്ല, അതിനെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കട പൂട്ടും. അത് മാത്രമല്ല, അടുത്ത തവണ എവിടെയായിരിക്കും സ്ഥാനം? ഗ്യാലറിയിലായിരിക്കും സ്ഥാനം. ഇങ്ങനെ പരിഹാസങ്ങൾ ചൊരിയുകയാണ്. യഥാർത്ഥത്തിൽ ഗാലറിയെ നോക്കിയ ഒരു കളി കൂടിയാണ്. ആ ഗാലറി എന്ന് പറയുന്ന വിശാല ഭാരതത്തിലെ സംവിധായകരാകുന്ന ഗാലറിയെ നോക്കിക്കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി പ്രസംഗിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ ടോപ്പ് ലീഡർഷിപ്പ്, ജൂനിയർ ലീഡർഷിപ്പ് അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ടോപ്പ് ലീഡർഷിപ്പ് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് കളിക്കുന്നു. എന്നാൽ എന്നെ നോക്കൂ, ശ്രീ നരേന്ദ്രമോദി എന്ന് എന്നെ നോക്കൂ, ഞാനിതാ അവിവാഹിതനായി നിൽക്കുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിച്ചുവെങ്കിൽ പോലും ഞാനിതാ എനിക്ക് മക്കളില്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നു, ഞാൻ അധികാരം പിന്നെ കൈമാറാൻ പോകുന്നത് എന്റെ മക്കൾക്കല്ല. അതുകൊണ്ട് ഡൈനാസ്റ്റിക് അപ്പീലുള്ള കോൺഗ്രസ് പാർട്ടിയും BJPയിൽ ഡൈനാസ്റ്റി ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കുകയാണ്. അതായത് മാധവറാവ് സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് മന്ത്രിയാണ്. അതുപോലെ വസുന്ധര രാജ സിന്ധ്യ BJPയുടെ സമുന്നത നേതാവാണ്. അപ്പൊ BJPക്കുള്ളിൽ തന്നെ ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് അറ്റ് ആൻ ഇന്റർമീഡിയറ്റ് ലെവൽ സംഭവിക്കുന്നു. അതുകൊണ്ട് ഡൈനാസ്റ്റിക് പോളിറ്റിക്സിനൊന്നും ഞങ്ങൾ എതിരല്ല. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗധേയം, കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഡൈനസ്റ്റിയാണ്. ആ ഒരു വംശ പരമ്പരയിൽ പെടുന്ന ആളുകൾ മാത്രമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നോക്കൂ, രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്നു. ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെ എന്ന വ്യക്തി ഒരു റബ്ബർ സ്റ്റാമ്പായി പ്രസിഡന്റായിരിക്കുകയും രാഹുൽ ഗാന്ധി, എല്ലാ കണ്ണുകളും രാഹുൽ ഗാന്ധിയിലേക്ക് നീളുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം. അങ്ങനെ ഒരു തന്ത്രമല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡിഫാക്ടോ ലീഡറും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ്. അപ്പൊ ഈ കോൺട്രാസ്റ്റ് എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡൈനമിക്സ്, കോൺഗ്രസിന്റെ ഡൈനമിക്സ് എന്താണ്? ഈ കോൺട്രാസ്റ്റ് ആണ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്ന മഞ്ജുഷ. അതുപോലെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നിരീക്ഷണം ഒന്നുണ്ടല്ലോ, ഒരു കാര്യം പറയാം. ഞാൻ ഷാർപ്പായിട്ട് അത് കണ്ട ഒരു കാര്യമാണ്. ഘടകകക്ഷികളെ, കോൺഗ്രസ് പാർട്ടിയുടെ ഘടകകക്ഷികളെയും BJPയുടെ തന്നെ ഘടകകക്ഷികളെയും ഒട്ടും പരിഗണിക്കാത്ത ഒരു സ്പീച്ച് ആയിരുന്നു ഈ 100 മിനിറ്റിന്റെ സ്പീച്ച്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 370 സീറ്റുകൾ ലിബറലായി നൽകുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം 303 ആണെന്ന് ഓർക്കണം, ലിബറലായി നൽകുമ്പോൾ ഘടകകക്ഷികൾക്ക് ആകപ്പാടെ മോദിയുടെ അവനാഴിയിൽ ഉണ്ടായിരുന്നത് 30 സീറ്റ് മാത്രമാണ്. ഇപ്പൊ ഘടകകക്ഷികൾ ഒരു പരിധിവരെ 39 കക്ഷികളാണുള്ളത്. ആകപ്പാടെ NDA മുന്നണിയിൽ ഇന്ന് ചെറിയ കക്ഷികളാണ് മിക്കതും.
അതിനകത്ത് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ സ്വല്പമെങ്കിലും ഒരു വലിപ്പം. അത് പുതിയതായിട്ട് വന്നതാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ കക്ഷികൾക്കെല്ലാം 30 സീറ്റാണോ ലഭിക്കാൻ പോവുക? ഇവിടെ ചില നെറ്റുകൾ തൊഴിയുന്നുണ്ട്, ചില പുരികങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. അതൊന്ന്. രണ്ട്, ഈ ഘടകകക്ഷികളെ, കോൺഗ്രസ് പാർട്ടിയുടെ കൂടെയുള്ള INDA മുന്നണിയുടെ ഘടകകക്ഷികളെ കാര്യമായി ആക്രമിക്കുന്നില്ല. ഈ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയും മുലായം സിംഗിന്റെ പാർട്ടിയും, അതായത് അഖിലേഷ് യാദവിനെയും തേജസ്വി യാദവിനെയും ഒക്കെ ചെറിയ തോതിൽ തൊട്ടു തലോടി വിടുന്നു എന്നല്ലാതെ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല. ആക്രമണങ്ങൾ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെയാണ്. കാരണം BJPക്ക് അറിയാം, ഏതെങ്കിലും ഒരു കാരണവശാൽ കോൺഗ്രസ് പാർട്ടിയും മറ്റു കക്ഷികളും ചേർന്ന് ഒരു ഏതാണ്ട് 200-250 സീറ്റ്, കോൺഗ്രസിന് ഒരു 100-120 സീറ്റും ഘടകകക്ഷികൾ എല്ലാം കൂടെ ചേർന്ന് മറ്റൊരു 120 സീറ്റും അല്ലെ 140 സീറ്റും ചേർന്ന് 270-275 സീറ്റിലേക്ക് എങ്ങാനും വന്നാൽ അതിൽ ഏത് കക്ഷിയെ വേണമെങ്കിലും കൂടെ ചേർക്കാൻ ഉള്ള രീതിയിൽ പ്ലാൻ ബി ആൻഡ് പ്ലാൻ സി മുന്നിൽ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്ത് വിധേനയും ഏത് മെജോറിറ്റി ആണെങ്കിലും ശരി, തീർച്ചയായും അദ്ദേഹം തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയാണ്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ TG മോഹൻദാസ്, ഇങ്ങനെ ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും വിഭാവനം ചെയ്യുന്നുണ്ടാവുമോ? അതിന്റെ ഒരു ആവശ്യമുണ്ടോ ശ്രീ മോഹൻ വർഗീസിന്റെ നിരീക്ഷണം പോലെ? അല്ല, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ കക്ഷികൾക്കും പ്ലാൻ ബി, സി, ഡി വരെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉള്ളിൽ ടോപ്പ് ലീഡർഷിപ്പ് ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത്ര, ഇങ്ങനെ വരികയാണെങ്കിൽ ഇത്ര. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ ഇത്ര സീറ്റ് വരികയാണെങ്കിൽ ഇന്ന ആൾ മുഖ്യമന്ത്രി, ഇത്ര സീറ്റ് വന്നാൽ ഇന്ന ആൾ മുഖ്യമന്ത്രി. കഴിഞ്ഞെന്ന് വെച്ചാൽ 2019 ലോക്സഭയല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ നടന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഉണ്ടല്ലോ, അവിടെ അൺഎക്സ്പെക്റ്റഡ് മുഖ്യമന്ത്രിമാരാണ് വന്നത്. അവരാരാണെന്ന് പോലും മലയാളികളായ നമുക്കാർക്കും അറിയില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഈ പേരുകളൊക്കെ കേൾക്കുന്നത്. പക്ഷേ ഈ ഫോർമുല മിനിമം 2 പേർക്ക്, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാമായിരുന്നു. ഇത്ര സീറ്റ് കിട്ടിയാൽ ഇന്നാൾ മുഖ്യമന്ത്രി, അതിൽ കൂടുതൽ കിട്ടിയാൽ ഇന്നാൾ മുഖ്യമന്ത്രി, അതിൽ കുറവാണ് കിട്ടുന്നതെങ്കിൽ മൂന്നാമതൊരാൾ മുഖ്യമന്ത്രി. ഇത് റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് വലിയ ബഹളമോ സംഗതിയോ ഇല്ലാതെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ച് പോകാൻ പറ്റിയത്. ഇപ്പോൾ ഈ 370 സീറ്റ് BJPക്ക്, 35 മൊത്തം 405 സീറ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 370 ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഇതൊരു ടാർഗറ്റും കൂടെയാണ്. BJPക്കുള്ളൊരു ടാർഗറ്റാണ്. മിനിമം 370 സീറ്റ് നമുക്ക് ഇത്തവണ പിടിക്കണം, അതിനായിട്ട് അധ്വാനിക്കണം. ഘടകകക്ഷികൾ മിനിമം 35 സീറ്റ്. ഇദ്ദേഹം മത്സരിക്കുന്ന സീറ്റ് എത്രയാണെന്നല്ലോ പറഞ്ഞിരിക്കുന്നത്, ജയിക്കുന്ന സീറ്റാണ് 405 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഘടകകക്ഷിയിൽ ഒരാൾ കൂടെ ആയിക്കോട്ടെ, അത് 5-10 സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഏതായാലും അവർക്കും ഒരു ടാർഗറ്റാണ്. ഘടകകക്ഷികൾ സംഭവിച്ചിരിക്കുന്നത് എന്താ, വളരെ കാലം കൂടെ ഉണ്ടായിരുന്ന ശിരോമണി അകാലിദൾ അവർ ആ കാർഷിക ബില്ലിനെ ചൊല്ലി NDA വിട്ടു. അതേസമയം നിതീഷ് കുമാർ വന്നു. ഇപ്പം നിതീഷ് കുമാറിനും കുറേ സീറ്റ് കൊടുക്കണം. ഇതെല്ലാം ചേർത്തിട്ട് 35 സീറ്റ് എനിക്ക് കൊണ്ടുവന്ന് തരണം നിങ്ങൾ. മത്സരിക്കുന്ന സീറ്റ് അതിപ്പോൾ സീറ്റ് വിഭജന ചർച്ചയിൽ അത് തീരുമാനിക്കും. അതിൽ ഈ സേനാപതി പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെന്ന് വരും. എന്നാൽ പിന്നെ ഞാനില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പോകാൻ തുടങ്ങിയെന്ന് വരും. ഇതൊക്കെ സംഭവിച്ചെന്നിരിക്കും. ബട്ട് അൾട്ടിമേറ്റ്ലി പ്രധാനമന്ത്രി പറയുന്നത്, എനിക്ക് BJPയിൽ നിന്ന് 370 സീറ്റ് കിട്ടണം, ഘടകകക്ഷികളിൽ 35 സീറ്റെങ്കിലും കിട്ടണം. അത് കൂടുതൽ, അല്ലെങ്കിൽ ഈ മഞ്ജുഷ് പറഞ്ഞ പോലെ 9 സീറ്റ് കൂടെ ചേർത്ത് 414 കിട്ടണം. ഇത് 2/3 ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം കൂടെയാണ്. 2/3 ഭൂരിപക്ഷം പലപ്പോഴും സഭയിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം പ്രസൻ്റ് ആയിരിക്കുന്ന MP-മാരുടെ 2/3 വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭരണഘടനയിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും. അല്ലാതെ ടോട്ടൽ ഇതിൻ്റെ MP-മാരുടെ 3/2 വേണ്ടത്, ഹാജരായ MP-മാരുടെ 2/3. അതിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ വിപ്പൊക്കെ ഇഷ്യൂ ചെയ്യുന്നു, പിടിക്കുന്നു. അപ്പോൾ പോലും 100% ആൾക്കാരൊന്നും പങ്കെടുത്തു എന്ന് വരില്ല. അതുകൊണ്ട് പലതവണ ഇപ്പോൾ NJSC ബില്ല് അന്ന് മോദിക്ക് എന്ത് ഭൂരിപക്ഷം ഉണ്ടായിട്ടാണ് അത് ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്. അത് അവസാനം സുപ്രീം കോടതി തന്നെ റദ്ദാക്കി, വേറെ കാര്യം. ബട്ട് ഹി ഗോട്ട് ഇറ്റ് ത്രൂ രാജ്യസഭ ആൻഡ് ലോക്സഭ. യു ക്യാൻ ഡു ദാറ്റ്. ഏകദേശം അതിന് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക്. സേനാപതി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഈ ആത്മവിശ്വാസത്തിന് കാരണം പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യമാണ്.
EVM എന്നുള്ള കാര്യം ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. അവർ അത് ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 370ഉം 414ഉം വന്നപ്പോഴും ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോഴും EVM എടുത്തിടുന്നുണ്ട്. അതാണല്ലോ സേനാപതിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. അല്ല, അത് കാര്യമറിയാതെ പറയുന്നതാണ്. നോക്കൂ, EVM ഇല്ലാത്തടത്താണ് ഇപ്പോൾ എവിടെ ചണ്ഡീഗഡിലോ മറ്റോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അവിടെ EVM-ലല്ലല്ലോ തിരിമറി നടന്നത്. EVM ഇല്ലായിരുന്നു, ബാലറ്റ് ആയതുകൊണ്ടാണ് ആ തിരിമറി നടത്താൻ പറ്റിയത്. EVM ആണെങ്കിൽ തിരിമറി നടത്താൻ പറ്റില്ല. EVM-ൻ്റെ ബ്രീഫ്, അതിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 2010 ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. അന്ന് EVM-ൻ്റെ കൂടെ VVPAT ഇല്ല. നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ P എന്നൊരൊച്ച കേൾക്കും. സ്വാമിയുടെ ഒറ്റ ചോദ്യമാണ്, ഞാൻ P എന്ന് പറഞ്ഞൊരു ഒച്ച കേൾപ്പിക്കുന്നു, എൻ്റെ വോട്ട് എവിടെ പോകുന്നു? ഇതിന് ട്രേസ് ഇല്ല. ഒരു ഇലക്ട്രോണിക് ഓപ്പറേഷന് ഒരു റെസിപ്റ്റ് വേണ്ടേ? സാധാരണ നമ്മൾ ബാലറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ ബാലറ്റ് പേപ്പറിൽ ഒരു സീരിയൽ നമ്പറുണ്ട്, കൗണ്ടർ ഫോയിലിൽ സീരിയൽ നമ്പറുണ്ട്. ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ഫൈനലി ഈ പെട്ടി തുറന്നിട്ട് മഞ്ജുഷ് ഗോപാൽ നോക്കൂ, നിങ്ങളുടെ സീരിയൽ നമ്പർ മാച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇന്ന കക്ഷിക്കാണ് വോട്ട് ചെയ്തത്, ബോധ്യമായല്ലോ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇലക്ഷൻ കമ്മീഷനും കോടതിക്കും സാധിക്കും. ഇതിൽ ഈ P എന്ന് പറഞ്ഞ് ഒച്ച കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. വോട്ടെണ്ണുന്ന ദിവസം ഒരു ഡിജിറ്റ് അങ്ങ് തെളിയും. ഇത് ട്രേസ് ചെയ്യണം. ഹൈക്കോടതിയിൽ സുബ്രഹ്മണ്യൻ സ്വാമി തോറ്റു. അദ്ദേഹം 2012 സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും നോട്ടീസ് അയച്ചു, നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇതിലറിയണം. അന്ന് കോൺഗ്രസ് ബാക്കി എല്ലാവരും EVM-ൻ്റെ കൂടെയാണ്, BJP മാത്രമാണ് ഇപ്പുറത്ത് ഉള്ളത്. ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയും മറ്റേ ഒരു GVL നരസിംഹറാവു, അദ്ദേഹം രണ്ടുപേരും EVM-നെ പറ്റി പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് EVM-ൻ്റെ കൂടെയായിരുന്നു. VVPAT ഒന്നും വേണ്ട, ഇപ്പോൾ ഇരിക്കുന്ന EVM ഫസ്റ്റ് ക്ലാസ് EVM. ഇത് എഴുതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷന്. ഇലക്ഷൻ കമ്മീഷൻ ഇവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് വിളിപ്പിച്ചു. ആരെങ്കിലും EVM മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുക, ഞങ്ങൾ കാണട്ടെ. ഇറ്റ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ് എന്ന് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ. ആകെ പോയത് കേജ്രിവാളിൻ്റെ ആൾക്കാരാണ്. അവർ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു, ഒരു മെഷീൻ ഞങ്ങൾക്ക് തന്നു വിടണം, അപ്പം ഞങ്ങൾ ചെയ്യാം, എന്നിട്ട് നാളെ രാവിലെ ഹാജരാക്കാം. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ നടക്കില്ല, വീട്ടിൽ കൊണ്ടുപോയി തല്ലിപ്പൊട്ടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് കണ്ടോ ഇതിപ്പോൾ മാൽ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കാണിക്കണം, റിമോട്ടിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കണം. അതല്ലാതെ മാനിപ്പുലേഷൻ സാധ്യമല്ല. ഫിസിക്കൽ മാനിപ്പുലേഷൻ ആർക്കും ചെയ്യാം. എൻ്റെ ഒരു ബാലറ്റ് യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചുറ്റിക്ക് വെച്ച് 2 അടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്ഫങ്ഷനിലാകും. അതല്ലല്ലോ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ത്രൂ റിമോട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ്. ഈ മെഷീൻസ് എല്ലാം സ്റ്റാൻഡ് അലോൺ മെഷീൻസാണ്. ഇത് എല്ലാവരും എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമ്മതിച്ചിട്ടാണ് ഈ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആവശ്യത്തിന് റെസീറ്റ് വേണം എന്നുള്ളതാണ്. അതിനാണ് VVPAT മെഷീൻ വന്നത്. ഇപ്പോൾ ഞാൻ BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJPയുടെ ചിഹ്നമടങ്ങുന്ന ഒരു കടലാസ് ഒരു 8 സെക്കൻഡ് അവിടെ നിൽക്കും, എന്നിട്ട് അത് അതിൻ്റെ പെട്ടിയിലേക്ക് പോകും. ഇതിൻ്റെ തുടക്കത്തിലൊരു ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യം വന്ന സജഷൻ ഈ കടലാസ് വോട്ടർക്ക് തിരിച്ചു കൊടുക്കണം അയാളുടെ തെളിവായിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കരുത്, കണ്ണൂരൊക്കെ ഞങ്ങളെ വെട്ടിക്കൊല്ലും. ഈ ഞങ്ങളുടെ പോക്കറ്റിലേക്ക് ഈ കടലാസ് എടുത്തിട്ട് നീ BJPക്ക് വോട്ട് ചെയ്തല്ലേ, നിന്നെ ഇപ്പോൾ തന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവസാനം ഞാൻ ചെറിയൊരു മനുഷ്യനാണെങ്കിൽ ഇത് പോയി ഞാൻ 2009 ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. അവസാനം അത് പോയി സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു റെസീറ്റായിട്ട് കൊടുത്തുവിടാൻ പറ്റില്ല, അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലിരിക്കട്ടെ. എന്നിട്ട് സംശയമുള്ള സ്ഥലത്ത് നിങ്ങൾ ഈ പെട്ടി തുറന്ന് പഴയ പോലെ ബാലറ്റ് പോലെ എണ്ണുക, എന്നിട്ട് അതിൽ നിന്ന് വേണം നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്. അതുകൊണ്ടാണ് ഇത് കൂടാതെ മാൻഡേറ്ററി ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞു 10% കുറവാണ് നിങ്ങളുടെ മാർജിനെങ്കിൽ യു ഹാവ് ടു കൗണ്ട് ദ ബോക്സസ്, ഫിസിക്കലി നിങ്ങൾ വോട്ട് എണ്ണണം. ഈ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ചുമ്മാ അങ്ങോട്ട് ഗുണ്ടടിക്കുകയാണ്. EVM അങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് വെറും ചെറിയ ഞാൻ ഈ രാഷ്ട്രീയ കക്ഷികളിലെ വമ്പന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഞാനൊരു പോളിംഗ് യൂണിറ്റ് VVPAT ഒക്കെ വെച്ച് തരാം, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ വെച്ചോ TV-യുടെ റിമോട്ട് വെച്ചോ എന്ത് യന്ത്രം വെച്ചോ നിങ്ങളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിച്ചതാ. വെറുതെ ഇങ്ങനെ പ്രസംഗിച്ച ആളുകളെ ഇത്തരം കഥകളൊക്കെ മേയർ തെരഞ്ഞെടുപ്പിന് ഇതുമായി ബന്ധമില്ല, കാരണം അവിടെ ബാലറ്റ് ആയിരുന്നു. ഇവര് കൊടുത്ത സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു എന്ന്
അല്ല, ക്ഷമിക്കൂ മഞ്ജുഷേ, ഞാന് EVM-ന്റെ പ്രവർത്തനത്തെ കുറിച്ച് സംശയം രേഖപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ പോലും തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ചില മാനിപ്പുലേഷൻസ്, അത് EVM-ലാണോ നടന്നത് അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിലാണോ? അത് EVM ഇല്ലാഞ്ഞിട്ടാണ് മിസ്റ്റർ അല്ല സേനാപതി, EVM ഇല്ലാഞ്ഞിട്ടാണ് അത് നടന്നത്. EVM ഉണ്ടെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. അല്ല, ബാലറ്റ് പേപ്പറിലല്ലേ ആ മനുഷ്യൻ കൃത്രിമം കാണിച്ചത്. EVM ആയിരുന്നെ കൃത്രിമം കാണിക്കുമോ? അല്ല TG, ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും 100%, 101% നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു 6 മാസം മുമ്പ്, 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമായിട്ടുണ്ടാവും, ചോദിച്ചൊരു ചോദ്യമുണ്ട്. അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, ഇന്ന് അദ്ദേഹം റിട്ടയർ അല്ല, ഇന്ന് വൈകുന്നേരം അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെന്റിൽ. നാളെ നേരം വെളുക്കുമ്പോൾ 8 മണിക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിട്ടാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മൾ കാണുന്നത്. അതായത് തലേദിവസം വൈകുന്നേരം രാത്രി 8 മണിക്ക് രാജിക്കത്ത് കൊടുക്കുന്നയാള് നേരം വെളുത്ത് 8 മണി ആയപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമാകുക. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു, വാട്ട് ഈസ് ദ നെസസിറ്റി? ഇത് എന്ത് ആവശ്യമാണ്? ഇപ്പൊ അവിടെ ഭൂകമ്പമോ പ്രളയോ അല്ലെങ്കിൽ അതിർത്തിയിൽ യുദ്ധമോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അപ്പോ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പ്രവർത്തനങ്ങൾ അത് നിഷ്പക്ഷമാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. ആ നിഷ്പക്ഷതയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അടുത്ത കാലം വരെ, അതായത് സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിധി വരെ എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജും പ്രതിപക്ഷ നേതാവില്ല എങ്കിൽ പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ്, ഈ 3 പേരടങ്ങുന്ന ഒരു ബോഡി ആയിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെലക്ഷൻ അല്ലെങ്കിൽ ഇലക്ഷനിൽ ഉള്ളത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പാർലമെന്റ് അബ്സല്യൂട്ട് മെജോറിറ്റി ഉള്ള ഒരു പാർട്ടി അവർ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രധാനമന്ത്രി അല്ലെ പ്രധാനമന്ത്രിയുടെ പാർട്ടി തീരുമാനിക്കുന്ന ഒരാളും. അപ്പൊ ഒന്ന് പ്രധാനമന്ത്രിയുടെ പാർട്ടി തീരുമാനിക്കുന്ന ഒരാള്, പിന്നെ ഉള്ളത് പ്രതിപക്ഷമാണ്. 3-2 ഭൂരിപക്ഷമായി ആരെ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാം. അപ്പൊ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സാർ നിഷ്പക്ഷതയാണ്. തെരഞ്ഞെടുപ്പിൽ സീസറുടെ ഭാര്യ സംശയത്തിന് അതീത എന്ന് പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് നിഷ്പക്ഷമായിട്ട് നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. എങ്ങനെയാ ഒരു തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറിയൊക്കെ നടത്തുന്നത്? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നരേന്ദ്രമോദി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം റോഡ് ഷോ നടത്തുന്നു, ആളുകളെ കാണുന്നു, വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തടസ്സവും ഉന്നയിക്കുന്നില്ല, ഒരു തടസ്സവാദങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നില്ല. നിഷ്പക്ഷമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിശ്ചയമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കമ്മീഷൻ അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും നിഷ്പക്ഷമായിരിക്കണം. ആ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഞാൻ ചണ്ഡീഗഡിൽ ചൂണ്ടിക്കാണിച്ചത്. അവിടെ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എത്ര പരസ്യമായി, അതിനെ നിന്ദ്യമെന്നല്ലേ നമ്മൾ, ജനാധിപത്യത്തിന്റെ ഹത്യയല്ലേ സാർ അവിടെ നടന്നത്? ജനാധിപത്യം അവിടെ അപമാനിക്കപ്പെടുകയല്ലേ നടന്നത്? അതല്ലേ സുപ്രീം കോടതി ബാലറ്റിലായിരുന്നു. പക്ഷെ EVM-ലാണെങ്കിൽ അങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടക്കില്ല എന്ന്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളും 100% സുതാര്യമാകണം. അത് സുതാര്യമല്ല എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചത്. ഇനി TG പറഞ്ഞ കാര്യത്തിൽ ഇതിന്റെ അകത്തൊന്നും ഒരു പ്രശ്നവുമില്ല എങ്കിൽ അല്ല EVM-ന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ മാത്രമല്ല, ഇന്ത്യയിലെ പല പ്രമുഖരായ ഈ തെരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളും, അതിനകത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ല പല ആളുകളും, അതോടൊപ്പം തന്നെ ഈ കമ്പ്യൂട്ടർ രംഗത്തുള്ള വിദഗ്ധന്മാരായിട്ടുള്ള പല ആളുകളും ഇതിന്റെ അകത്തെ മാനിപ്പുലേഷൻ നടത്താൻ കഴിയുന്നതിന്റെ വഴികളെ കുറിച്ചൊക്കെ അവരുടേതായ എത്രയോ ചർച്ചകൾ, ഇപ്പൊ TGക്ക് അറിയാമല്ലോ, ദേശീയ തലത്തിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോൾ ദേശീയ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ, ദേശീയ മാധ്യമങ്ങളിൽ ഓരോരുത്തർ ചൂണ്ടിക്കാണിക്കുന്ന ഈ രംഗത്തെ വിദഗ്ധന്മാര് ഇതിൽ നടത്താൻ കഴിയുന്ന, ഞാനിപ്പോ ഇവിടെ നടത്തിയെന്നോ വേറെ നടത്തിയതെന്നോ അല്ല, ഒരാളെ നിക്ക് സേനാപതി വേണു അങ്ങനെ പറയല്ലേ. ഒരൊറ്റ ആള് ഇന്ന് വരെ ഇലക്ഷൻ കമ്മീഷന്റെ വെല്ലുവിളിയെ ഏറ്റെടുത്തിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓപ്പണായിട്ട് പലരോടും പറഞ്ഞു, നിങ്ങളിത് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കൂ ഞങ്ങളുടെ മുമ്പിൽ. ഒരു മനുഷ്യനില്ല. ഏത് ടെക്നിക്കൽ വിദഗ്ധനാണ്, ഏത് പത്രത്തിലാണ്, എന്ത് ലേഖനമാണ് എഴുതിയത്? ഏതെങ്കിലും ഒരു IT വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു സാധാരണ കൊല്ലപ്പണിക്കൻ ഏതെങ്കിലും പത്രത്തിൽ ലേഖനം എഴുതിയിട്ടുണ്ടോ ഞാനിത് ദൂരെ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാന്ന്? കൈ കിട്ടിയ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇതല്ലാതെ ഒരു ചിഹ്നത്തിൽ മാത്രം വോട്ട് തെളിയുന്നത് ഒന്ന്, ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ താമര ചിഹ്നമാണ്. അത് ചിലപ്പോ സാന്ദർഭികമായിട്ട് വന്നതായിരിക്കാം. ഞാൻ അതിനെ ഏത് ബൂത്തിലാണെന്ന് എവിടെയാണെന്ന് ഈ കഥയൊക്കെ
അങ്ങനെ താങ്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോ ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നത് കൊണ്ട് അത് പത്രങ്ങളിലും സേനാപതി വേണു, ഇത് ഞാൻ പറയാം, ഞാൻ ബ്ലഫ് ചെയ്യല്ല, ഞാന് ബ്ലഫ് ചെയ്യല്ല, ഞാൻ പറയട്ടെ. ഈ EVM-ന്റെ സ്റ്റാക്കിംഗ് പറയുന്നത് കേൾക്കൂ പ്ലീസ്. ഈ 20 എണ്ണം വേണം മാക്സിമം ഇത് സ്റ്റാക്ക് ചെയ്യാൻ. നമ്മളിങ്ങനെ അട്ടിയിട്ട് വയ്ക്കുമല്ലോ ഗോഡൗണിൽ. തെരഞ്ഞെടുപ്പില്ലാത്ത സമയത്ത് EVM ജില്ലാ കളക്ടറുടെ കസ്റ്റഡിയിലാണ്. ഇത് അട്ടിയിട്ട് വയ്ക്കുമ്പോൾ 20 എണ്ണം വേണം മാക്സിമം വയ്ക്കാൻ. കാരണം ഏറ്റവും അടിയിലുള്ളതിൻ്റെ പുറത്ത് 19 എണ്ണത്തിൻ്റെ വെയിറ്റ് വരികയാണ്, ഇലക്ട്രോണിക് ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് തെറ്റിച്ച സ്ഥലത്ത് ഇത് ഡിഫക്റ്റീവ് ആകും. ഈ ഡിഫക്റ്റീവ് ആകുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ മാറ്റും. അത് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്യും. ഇപ്പം ഞാനൊരു 4 എണ്ണം ചൂണ്ടയിട്ട് വെച്ചു എന്ന് വെച്ചോ, ഇതിൽ ഇങ്ങനെ ഈ എവറി സെക്കൻഡ് വോട്ട് വിൽ ഗോ ടു BJP ഇങ്ങനെ എന്തെങ്കിലും കൃത്രിമം ചെയ്ത് വെച്ചാൽ അത് ഏത് ബൂത്തിലാണ് പോകുന്നതെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരുപക്ഷെ അവിടെ BJP സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ഇത് പോകുന്നത്. ഇത്രയധികം ഷഫിൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനാണ് VVPAT വെച്ചിരിക്കുന്നത്, വോട്ടർ വെരിഫയബിൾ പേപ്പർ ട്രെയിൽ. ആ സാധനത്തിൽ നിങ്ങൾക്ക് കാണാം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താൽ ഇത് കോൺഗ്രസിനാണ് വോട്ട് പോയതെന്ന് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ വോട്ടർ തന്നെ പറയും ഞാൻ ചെയ്ത ആളിനല്ല വോട്ട് പോകുന്നതെന്ന് പറയും. അപ്പോൾ തന്നെ ആ ഡിഫക്റ്റീവ് മെഷീൻ മാറ്റും. അതുവരെ എത്ര വോട്ട് ആ മെഷീനിലൂടെ പോയിട്ടുണ്ടോ അത്രയും സ്ഥലത്ത് റീപോളിംഗ് നടക്കും. ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി. അല്ല സേനാപതി വേണു പറയുന്ന പോലെ ഒരു ഡിഫക്റ്റീവ് ഇല്ല, എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ കിടന്നുറങ്ങുകയല്ല. എവറി ബാലറ്റ് ബോക്സ്, എവറി ബാലറ്റ് യൂണിറ്റ് വിൽ ബി ടെസ്റ്റഡ് ആൻഡ് യു ക്യാൻ സീ. സേനാപതി വേണു കർണാടകത്തിൽ നിങ്ങൾക്ക് സംശയം കോൺഗ്രസ് ജയിച്ചപ്പോഴും EVM ഉണ്ടായിരുന്നു. അല്ല, ഞാന് ഏതെങ്കിലും ഒരു EVM-ന്റെ അകത്ത് അട്ടിമറി നടന്ന് ഇന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നയാൾ ജയിച്ചു എന്നുള്ളതല്ല. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷമായ പ്രവർത്തനവും ആ നിഷ്പക്ഷമായ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണവും അതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇനി ഞാൻ കോൺഗ്രസ് മാത്രമല്ലോ, ഇന്ത്യയിലെ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഈ സംശയം ഉയർത്തുന്നു. അത് തന്നെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലെ ജനതാ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയിലെ പഴയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റും ഇപ്പോ BJP-യുടെ സഹയാത്രികനും അവരോടൊപ്പം ഉണ്ടായ ദീർഘകാലം MP ആയിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലുള്ള ആളുകൾ പോലും ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നു. അപ്പൊ ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ട് എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് വിധി സമ്പാദിച്ചതാണ്. അപ്പൊ അങ്ങനെയാണ് VVPAT വരുന്നത്. സ്വാമിക്ക് സംശയം സ്വാമി പത്രക്കാരോട് പറഞ്ഞുകൊണ്ട് നടന്നതല്ല. He went to the court and he obtained this judgment and therefore VVPAT is there. ഇതെന്താ സേനാപതി വേണു തിരിച്ചു മറിച്ച് പറയുന്നത്? സുബ്രഹ്മണ്യൻ സ്വാമിക്ക് സംശയം ഉണ്ടായിരുന്നു, ആ സംശയം അംഗീകരിച്ചിട്ടാണ് VVPAT വെച്ചത്. ഞാൻ പറഞ്ഞത് ഹാർവാർഡ് സർവകലാശാലയിലെ വിസിറ്റിംഗ് ഇന്ന് ജീവിച്ചിരിക്കുന്ന അറിവും പാണ്ഡിത്യവും ഉള്ള ആളുകളിൽ അഗ്രഗണ്യനായ ഒരാളാണ് സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലെ ഒരാള് ഈ കാര്യത്തിൽ ഒരു സംശയം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ അകത്ത് സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ VVPAT-നെ കുറിച്ചല്ല ഞാൻ ഇപ്പൊ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ നിഷ്പക്ഷതയാണ്. ആ നിഷ്പക്ഷതയാണ് ഇന്ന് ചണ്ഡീഗഡിൽ നമ്മൾ കണ്ടതും സുപ്രീം കോടതി യു ആർ ടോക്കിംഗ് ഇല്ല, അങ്ങനെ പറഞ്ഞു പോകരുത്. സുബ്രഹ്മണ്യൻ സ്വാമിക്ക് സംശയം ഉണ്ടായിരുന്നു, ആ സംശയത്തിന്റെ പുറത്താണ് സുപ്രീം കോടതി VVPAT വെക്കാൻ പറഞ്ഞത്. വർഷം എത്രയെന്നറിയാമോ? ഇത് 1999 മുതൽ EVM തുടങ്ങിയവിടെ ആദ്യത്തെ EVM കേരളത്തിൽ ഉപയോഗിച്ചത് വടക്കമ്പലൂരാണ്. ആ EVM ഉപയോഗിച്ചത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സേനാപതി പറയുന്നത് സ്വാമി VVPAT ഉണ്ടായത്. അതിന് മര്യാദയില്ല സേനാപതി. സേനാപതി പറയുന്നത് മൊത്തം വിശ്വാസത്തെ കുറിച്ചാണ് സേനാപതി പറയുന്നത്. അതാണ് പറഞ്ഞത്. അവിടെ ഒരിടത്ത് ഇത് നടത്താൻ കഴിയുമെങ്കിൽ നാല് പേര് പത്രപ്രസ്ഥാനം ഇറങ്ങി കഴിയാൻ വിശ്വാസ്യത ഇല്ലാതെ പോകുമോ? ഇലക്ഷൻ കമ്മീഷൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു. എന്താ ഇപ്പൊ തിരക്ക് പിടിച്ച് നിയമിച്ചത്? ശരി, തിരക്ക് പിടിച്ച് നിയമിച്ചെങ്കിൽ അതിനകത്ത് തെറ്റെന്താ? അയാൾ എന്ത് കുറ്റം ചെയ്തത് എന്താ? അതാരെങ്കിലും പറയുന്നുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണം തീരുന്നതിന്റെ 48 മണിക്കൂർ അവസാനിക്കണമെന്ന ഒരു നിയമം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ
തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച് എന്താ പറഞ്ഞ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും പ്രധാനമന്ത്രി റോഡ് ഷോയുമായിട്ട് ഇറങ്ങുന്നു. അത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിക്കുന്നതിന്റെ 48 മണിക്കൂർ മുമ്പ് ഇലക്ഷന്റെ പരസ്യ പ്രചരണം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കായിരുന്നല്ലോ ഇലക്ഷൻ കമ്മീഷന്. ഇതൊക്കെ സേനാപതി ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങളുടെ പ്രചരണം അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഈ 48 മണിക്കൂറിന് ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഡിവൈഎഫ്ഐയുടെ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേര് പറയുന്ന പോലെയുള്ള ബാലിശമായ ആരോപണങ്ങളല്ല നമ്മൾ ഉന്നയിക്കേണ്ടത്. ഞാൻ അതിന്റെ അകത്ത് പറഞ്ഞത് ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടത് നാട്ടിൽ സേനാപതി വേണോ ആ മാന്യത കാണിക്കണം. സേനാപതി വേണോ ആ മാന്യത കാണിക്കണം. ഈ സ്വീപ്പിംഗ് അലിഗേഷൻസ് നടത്തി രക്ഷപ്പെടരുത്. സേനാപതി സ്വീപ്പിംഗ് അലിഗേഷൻസ് നടത്തി രക്ഷപ്പെടരുത്. അത് ശരിയല്ല. അതാണ് ഡിവൈഎഫ്ഐ സ്വഭാവം. അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി എനിക്ക് നിങ്ങളെ ക്യാച്ച് ചെയ്യേണ്ടി വരുന്നത്. ന്റെയും 414ന്റെയും കണക്ക് വന്നതിന് ശേഷം പ്രതിപക്ഷത്ത് നിന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നുണ്ട്. നേരത്തെയും ഉള്ളതാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത, ഒപ്പം തന്നെ ഈ EVM-ഉം. പല നേതാക്കളും ഇക്കാര്യങ്ങൾ വീണ്ടും പറയുകയാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടോ? എന്നോടാണോ ചോദ്യം? അല്ല, ശ്രീ മോഹൻ വർഗീസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിശ്വാസ്യത നേടിയെടുക്കാനുള്ള നല്ല മാർഗം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം തന്നെ സുതാര്യമായ രീതിയിലാണ്. ഇവിടെ സുതാര്യതയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ അതിലെ അംഗങ്ങൾ ആരാണ് എന്നത് പൊതുസമൂഹം കാണുകയാണ്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും കാണുകയാണ്. ഇവിടെ ഒരു വ്യക്തിയെങ്കിലും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന ഒരു വ്യക്തിയെങ്കിലും അവിടെ നിഷ്പക്ഷനായിരുന്നു. പക്ഷെ ഇപ്പോഴിതാ നോക്കൂ, ഇവിടെ ആ ഒരു പാനലിന്റെ ഘടന തന്നെ മാറിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസ്യതയുള്ള ഒരു ഘടന നമ്മുടെ തെരഞ്ഞെടുപ്പ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തേണ്ട വളരെ വലിയ ബഹുലമായ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി നടത്തേണ്ട ആ കമ്മീഷൻ ലവലേശം സംശയത്തിന്റെ മുനയിലാവരുത് എന്ന് നിഷ്കർഷിക്കാനുള്ള ചുമതല ഭരിക്കുന്ന കക്ഷിക്കുണ്ട്, മുന്നണിക്കുണ്ട്, ആ ഒരു സംവിധാനത്തിനുണ്ട്, ഗവൺമെന്റിനുണ്ട്. അതിനുശേഷം 400, 414 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ വലിയ വിശ്വാസ്യത കിട്ടും. ഈ 414 എന്ന കാര്യത്തിന് വളരെ വിശ്വാസമുണ്ട്, വളരെ ഉറപ്പുണ്ട് എങ്കിൽ തീർച്ചയായും ഇത് ചെറിയൊരു കാര്യം തന്നെയാണ്. ആ മുൻ സംവിധാനം തുടർന്നാൽ മതി എന്നായിരുന്നു എന്റെ നിരീക്ഷണം. പക്ഷേ ഇത് പുതിയ സംവിധാനത്തിലേക്ക് നീളുന്നു, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തേത്, ഈ വിവിപാറ്റ് എന്ന് പറയുന്നത് വളരെ കുറ്റമറ്റ സംവിധാനമാണ് എന്ന് പറയുമ്പോഴും അത് നിശ്ചിത ശതമാനം ഈ വോട്ടുകൾ മാത്രമാണ് വിവിപാറ്റിലൂടെ എണ്ണുന്നത് എന്ന് ഓർക്കുക. അപ്പൊ അതുകൊണ്ട് ഈ സംവിധാനം കുറ്റമറ്റതായിരിക്കണം. 15% അല്ലെങ്കിൽ 10% പിന്നെ വിവിപാറ്റുകൾ മാത്രമേ എണ്ണുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിലെ യാതൊരു രീതിയിലും പഴുതുകളില്ലാതെ, ഒരു ആരോപണം പോലും വരാത്ത രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം, സ്വല്പം നീണ്ടുപോയാലും ശരി, പണച്ചെലവ് കൂടിയാലും ശരി, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന ഒരു വാദപ്രതിവാദം കഴിഞ്ഞ 5 വർഷമായി നിരന്തരം കേൾക്കുന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ താല്പര്യമനുസരിച്ച് ഇതെല്ലാം അട്ടിമറിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിനെതിരെ വരുന്നു. പക്ഷെ കോൺഗ്രസ് പാർട്ടി നേരത്തെ ഇവിടെ പറഞ്ഞത് ശരിയാണ്. ശ്രീ ടി.ജി. മോഹൻദാസ് സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കോൺഗ്രസ് പാർട്ടി കർണാടകത്തിൽ അധികാരത്തിൽ വന്നു, അപ്പോൾ എന്താ പ്രശ്നമില്ലേ? അല്ലെങ്കിൽ തെലങ്കാനയിൽ അധികാരത്തിൽ വന്നു, പ്രശ്നമില്ലേ? ഹിമാചൽ പ്രദേശിൽ അധികാരത്തിൽ വന്നു, അത് പ്രശ്നമല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുമ്പോൾ മാത്രം EVM പ്രശ്നമാകുന്നത് എന്നത് എനിക്കും മനസ്സിലായിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇനി നമ്മുടെ ഈ പ്രധാന ചർച്ച നമ്പറുകളുടെ കാര്യമാണല്ലോ നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം. ഇവിടെ 414ലേക്ക് എത്തി നിൽക്കാൻ കഴിയുമോ എന്നതാണ് നിർണായകമായ ചോദ്യം. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ അപ്പൊ 414 എന്ന് പറയുന്ന ആ ഒരു നമ്പർ എങ്ങനെയാണ് ടെനബിൾ ആകുന്നത്? ഇത് വളരെ വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. 414 എന്ന ഒരു നമ്പർ വളരെ പ്രധാനപ്പെട്ട നമ്പർ ആയി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ 4ൽ 3ലേക്കും 3ൽ 2ലേക്കും എത്തി നിൽക്കുകയാണ്. ഇവിടെ ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. ഞങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിലെ മുഴുവൻ സീറ്റും പിടിക്കും. ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 72 സീറ്റെങ്കിലും പിടിക്കും. അതുപോലെ മധ്യപ്രദേശ് തൂത്തുവാരും, രാജസ്ഥാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 25 നേടും, ഗുജറാത്തിലെ 26 സീറ്റും നേടും, അങ്ങനെ ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും കൂടുതൽ സീറ്റുകൾ നേടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 200 സീറ്റിലാണ്, 200 മുതൽ 220 സീറ്റിനോട് അടുപ്പിച്ചാണ് BJPയും കോൺഗ്രസും നേർക്കുനേർ മത്സരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ നോക്കൂ, 15 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്.
എനിക്ക് അതിനകത്ത് ശാസ്ത്രീയമായി അവലോകനം ചെയ്യാനാവില്ല. പക്ഷേ ആസ് എ തംബ് റൂൾ 15 എന്ന എണ്ണത്തിൽ നിന്നും തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 25ലേക്ക് 30ലേക്ക് പോകാനൊക്കുമോ? അതിന് BJPയുടെ പീക്കിൽ നിൽക്കുകയാണ്. ഏതാണ്ട് എല്ലാ സീറ്റും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും നേടിക്കഴിയുമ്പോൾ ആ പീക്കിൽ നിന്നും ഇനി 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിയില്ല. ഉത്തർപ്രദേശിലും രാമജന്മഭൂമി രാമക്ഷേത്രത്തിന്റെ ഒരു പ്രയോജനം തീർച്ചയായിട്ടും ലഭിക്കും. ഉത്തർപ്രദേശിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും BJPക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല. എന്നാൽ ദക്ഷിണേന്ത്യയിൽ കാര്യം വ്യത്യാസമാണ്, കിഴക്കൻ ഇന്ത്യയിൽ സംഗതികൾ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 303 സീറ്റ് നിലനിർത്താനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ മോഹൻദാസ്. ആ നിരീക്ഷണത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കഴിഞ്ഞ തവണ പീക്കായിരുന്നു, അപ്പോൾ ഒരു സാച്ചുറേഷൻ പോയിന്റ് ആയി, അവിടെ നിന്ന് താഴേക്കേ വരികയുള്ളൂ, അതായത് 303 നിന്ന് താഴോട്ടേ പോവുകയുള്ളൂ എന്ന്. ഇത് അതിനു മുമ്പും പറഞ്ഞിരുന്നു. മനസ്സിലായ 2019 തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ പറഞ്ഞിരുന്നു, സാച്ചുറേഷനിലെത്തി ഇനി താഴത്തേക്ക് പോവുള്ളൂ എന്ന്. BJP പിന്നെയും മുന്നോട്ട് പോയി. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഈ കൺവെൻഷണൽ അനാലിസിസിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ UPയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും BJPക്ക് ഇല്ല, പിന്നെ എങ്ങനെ ജയിക്കാനാണ്? എന്നിട്ടും അവർ ജയിച്ചു. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ BJP ജയിച്ചു. ട്രഡീഷണൽ അനാലിസിസ് തോറ്റു. ട്രഡീഷണൽ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാലം കഴിഞ്ഞു, ആ അനാലിസിസിൻ്റെ കാലവും കഴിഞ്ഞു. ഇതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാം ഏകാധിപത്യ പ്രവണത, ലൂയി 14 ഹിറ്റ്ലർ, തേങ്ങാക്കൊല എന്നൊക്കെ പറയും. ആ മനുഷ്യൻ ധൈര്യമായിട്ട് പറയുന്നു, മോദിയുടെ ഗ്യാരണ്ടി എൻ്റെ ഗ്യാരണ്ടി. BJPയുടെ ഗ്യാരണ്ടിയാണോ? അല്ല. NDAയുടെ ഗ്യാരണ്ടിയാണോ? അല്ല. എൻ്റെ ഗ്യാരണ്ടി, എനിക്ക് നേരെ നിൽക്കാൻ ആര്? ഇതാണ് ചോദ്യം. ഇത് ജനങ്ങൾക്ക് ക്ലീനായിട്ട് മനസ്സിലാവുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ ആ മനുഷ്യൻ ഉപയോഗിച്ചത് ട്വിറ്റർ എന്ന പ്ലാറ്റ്ഫോമാണ്. ദൈവം സഹായിച്ച് കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യനെയും ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ കാണാറില്ല. ജോ ബൈഡനും നെതന്യാഹുവും ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററും നരേന്ദ്രമോദിയും ഒക്കെ ഉണ്ട്, പാവങ്ങളായ കുറച്ച് പേരുണ്ട്, ഞാനും ഒക്കെ ഉണ്ട് അതിൽ. ആ പ്ലാറ്റ്ഫോം കേരളത്തിലെ പിണറായി വിജയനൊക്കെ ഉണ്ട്, പക്ഷേ അവഗണിച്ചിട്ടിരിക്കുകയാണ് ആ പ്ലാറ്റ്ഫോം. അത് വെച്ചാണ്, അതിൻ്റെ ക്യാമ്പയിനാണ് 2014 മോദിയെ വിജയിപ്പിച്ച ഒരു ഘടകം സോഷ്യൽ മീഡിയയിൽ. 2019 വാട്സാപ്പാണ് BJP ഉപയോഗിച്ചത്. ഇനി 2024 യൂട്യൂബാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഏറ്റവും അധികം യൂട്യൂബർമാർ ഛത്തീസ്ഗഡിലായിരുന്നു. അങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ BJP അട്ടിമറി വിജയം നേടുന്നത്. 2ാം സ്ഥാനം മധ്യപ്രദേശിനായിരുന്നു. 3ാം സ്ഥാനം യൂട്യൂബർമാരുടെ കാര്യത്തിൽ രാജസ്ഥാനിനായിരുന്നു. ഈ മാറ്റങ്ങൾ മനസ്സിലാവാതെ നമ്മൾ ഈ ഓർത്തഡോക്സുകാർ കൂടുതലാണ്, തെക്കോട്ട് വരുമ്പോൾ BJPക്ക് കുറവാണ് എന്നൊക്കെയുള്ള ഈ അനാലിസിസിൻ്റെ കാലം കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പോലെ പേഴ്സണാലിറ്റി ബേസ്ഡായി. പേഴ്സണാലിറ്റി ബേസ്ഡ് ആകാമോ എന്നൊക്കെ ചോദിച്ച് മോദിയെ നിങ്ങൾക്ക് വിസ്തരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇതാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെ ആരെ എന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷത്തിന് മറുപടിയുമില്ല. ഈ മറുപടി ഉണ്ടാക്കാൻ പ്രതിപക്ഷം പെടുന്ന പാട് ചില്ലറയല്ല. ഇപ്പോൾ തുടക്കത്തിൽ മഞ്ജുഷ് സേനാപതിയോട് ചോദിച്ചു, കോൺഗ്രസ്സിന് നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന്. സേനാപതി ഇതുവരെ ഇത്രയും നേരമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഒരു ഫിഗർ പറയാൻ അവർക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളുടെ ഒരു സീറ്റ് എണ്ണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 125-ന് മുകളിലേക്ക് സീറ്റുകൾ അത് പിടിക്കാനും അത് കിട്ടാനുമുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. സേനാപതി ശരി ഇരിക്കട്ടെ സേനാപതി, ഞാൻ അംഗീകരിക്കുന്നു, എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യല്ലേ. ഞാൻ പറയുന്നത് ബേസിക്കലി ചില ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഈ വലിയ രീതിയിൽ വെൻ യു ഡോണ്ട് ഹാവ് ആൻ ആൻസർ യു കൺഫ്യൂസ് ദ പീപ്പിൾ. EVM അത് കൃത്യമായിട്ട് ഞാനതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ല, അതിനകത്ത് അങ്ങനെ പ്രശ്നമുണ്ടെന്നുള്ളതല്ല. സുബ്രഹ്മണ്യ സ്വാമി പോലും സംശയിച്ചത് VVPAT ഇല്ലാത്തപ്പോഴാണ്. അതിൻ്റെ പേരിൽ കോടതിയിൽ പോയിട്ട് അദ്ദേഹം VVPAT വെപ്പിച്ചു. അപ്പോൾ VVPAT വയ്ക്കുന്നതിന് മുമ്പുള്ള സംശയം വെച്ചതിന് ശേഷവും ഉണ്ടെന്നായി സേനാപതി. വെച്ചതിന് ശേഷം അദ്ദേഹത്തിന് സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 പേര് ബുക്ക് എഴുതിയെന്ന്. ഇത് ഏക്കും വാക്കും ഇതിൻ്റെ ചുറ്റുപാട് പോലും സേനാപതിക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കരുത്. ഒന്ന് ചോദിക്കുമ്പോൾ വേറൊന്ന് പറയുക.
ഈ ഇതുപോലത്തെ നരേറ്റീവാണ് ഈ ഫെയിലായി പോകുന്നത്. പഴയ കാലത്ത് ഇതൊക്കെ പറയാമായിരുന്നു. ശരി ശരി, ഞാൻ ജോർജ് ഇടപെടുകയാണ്. ഫെർണാണ്ടസിനെ സമയം കഴിഞ്ഞു. പറയില്ല. അതുകൊണ്ടാണ് ശ്രീ നമ്മളെ ടി ജി മോഹൻദാസ്, കേട്ടിട്ടില്ലേ നന്ദി. ശവപ്പെട്ടി കുംഭകോണം. ശരി, എന്താ നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ സേനാപതി വേണു, ശ്രീ ഓക്കെ മോഹൻ ഓക്കെ ഫൈൻ. വർഗീസ്. ഇതിന്റെ ബാക്കി ഒരു ഡിബേറ്റും കൂടെ വയ്ക്കണം. ഇനി വെക്കാം, ഉറപ്പായിട്ടും. കഴിഞ്ഞ ഡിബേറ്റും നിങ്ങൾ 3 പേരും പങ്കെടുത്ത ഡിബേറ്റ് ആയിരുന്നു. അതിനേക്കാൾ ആരോഗ്യകരമായി ഇത്തവണത്തെ ഡിബേറ്റ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: 400 കടക്കുമെന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഫലിക്കുമോ? നടക്കുമെന്ന് 66% പ്രേക്ഷകർ, ഇല്ല എന്ന് 31%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.